പരസ്പരം സ്നേഹമുണ്ടായാൽ മതി. ഭാര്യയും ഭർത്താവും നമ്മൾ വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് 2 മാസം ഹണിമൂൺ, ആഘോഷം, സ്നേഹം, ഓ എന്താ പടച്ചവനെ ബൈക്കൊക്കെ വെച്ചിട്ട് റോഡിലൂടെ എങ്ങനെ കൊണ്ടുപോകും ഭാര്യയെ. അതൊന്നുമല്ലടോ. മരിക്കുന്ന ദിവസം വരെ സ്നേഹമുണ്ടാകണം. മരിക്കുന്ന ദിവസം വരെ സ്നേഹമുണ്ടാകണം. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമതാ. ഇൻഷാ അല്ലാഹ് അങ്ങനെ അള്ളാഹു അങ്ങനെയുള്ള ഒരു സ്നേഹം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാകണമെന്നറിയോ? നിങ്ങളെ കണ്ടാ നിങ്ങളുടെ മക്കൾ വളരുന്നത് നിങ്ങളെ കണ്ടിട്ടാ വളരുന്നത്, അല്ലാതെ വേറെ ആരെയും കണ്ടിട്ടില്ല. ഉപ്പാടെ സ്വഭാവം, ഉമ്മയുടെ സ്വഭാവം മക്കൾക്കുണ്ടാകും, അത് കണ്ടിട്ടാ വളരുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്ങനെയാണ് ഈ സ്നേഹം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്താ. ഇവിടെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം നിങ്ങൾ മനസ്സിലാക്കും. മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുക. ഞാൻ ഒരു ചരിത്രം പറയാം. ഒറ്റ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറയാം. മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. നബി തങ്ങൾക്ക് എന്നാൽ ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ. അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം ഖദീജാനെയാണ്. ഖദീജ ബീവി മരണപ്പെട്ടു, എന്നാലും നബി തങ്ങൾ എപ്പോഴും പറയും എന്റെ ഖദീജ, എന്റെ ഖദീജ, എന്റെ ഖദീജ. ഒരു ഭാര്യയോടും മറ്റൊരു ഭാര്യയെ കുറിച്ച് പറഞ്ഞാൽ ഓക്കൊട്ടും ഇഷ്ടപ്പെടില്ല. അപ്പൊ നബി തങ്ങൾ എപ്പോഴും മറ്റുള്ളവരോട് പറയും, മറ്റു ഭാര്യമാരെന്തെങ്കിലും ചെയ്യുമ്പോ പറയും എന്റെ ഖദീജ അങ്ങനല്ലട്ടാ, ആയിഷ നിന്നെ പോലെയല്ല എന്റെ ഖദീജ. മറ്റുള്ള ഭാര്യമാരോട് മുഴുവനും നബി തങ്ങൾ ഖദീജയെ കുറിച്ച് മദ്ഹ് പറയും. സ്നേഹം എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്ക് ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ ആ ഭക്ഷണം നേരെ ഖദീജയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊടുത്തു വിടും. അതാ സ്നേഹം. ബാപ്പായും ഉമ്മായും മരിച്ചുപോയ മാതാപിതാക്കളോടും മക്കൾക്കുള്ള കടമ എന്താണെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ ദുആ ചെയ്യലും സദഖ കൊടുക്കലും ആണ്ട് നടത്തലും മാത്രമല്ല സ്നേഹം. വാപ്പയോടും മരിച്ചുപോയ ഉപ്പയോടും ഉമ്മയോടുമുള്ള കടമകളെ കുറിച്ച് ചോദിച്ചപ്പോ വർഷാവർഷം ആണ്ട് നടത്തുന്നുണ്ട്, സദഖ കൊടുക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല കടമ. വാപ്പയുടെ കൂട്ടുകാർ, വാപ്പയുടെ കുടുംബക്കാരെ നീ സ്നേഹിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ വാപ്പാടെ കുടുംബക്കാരെ നീ സന്ദർശിക്കണം, നീ അവരെ സ്നേഹിക്കണം. ഉമ്മയുടെ കുടുംബക്കാർ, ഉമ്മയുടെ കൂട്ടുകാർ, അവരെ പോലും നമ്മൾ സ്നേഹിക്കണമെന്നാണ്. അപ്പൊ അത് അവരോടുള്ള കടമകളിൽപ്പെട്ടതാ. അപ്പൊ ഖദീജ ബീവി മരിച്ചതിന് ശേഷവും നബി തങ്ങൾക്ക് ഖദീജ എന്ന് പറഞ്ഞ 1000 നാവ. ഒരു നല്ല ഭക്ഷണം കിട്ടിയാൽ പോലും ഖദീജ ബീവിയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊടുത്തു വിടും, ഖദീജാനെ ഓർമ്മ വരുമ്പോ. അങ്ങനെ ഇരിക്കുമ്പോഴാ ഒരിക്കൽ നബി തങ്ങൾ എപ്പോഴും ഖദീജയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആലയ്ക്ക് ദേഷ്യം വന്നു. നബി തങ്ങളോട് ചോദിച്ചു, ഈ കിളവിയല്ലാതെ വേറെ ഭാര്യയൊന്നുമില്ലേ? ഈ കിളവിയോടല്ലാതെ, കാരണം ഖദീജ ബീവിക്ക് പ്രായമായി, ചോദിക്കുന്നു വേറെ ഭാര്യയൊന്നുമില്ല, ഓളോട് മാത്രം ഇത്ര സ്നേഹം തേന്ന്. തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോ നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞടോ. നബി തങ്ങൾ കരഞ്ഞു. ആയിഷ ബീവി അത് വിളിച്ചപ്പോ നബി തങ്ങൾ കരഞ്ഞു. അടിക്കുകയോ വഴക്കുണ്ടാക്കുകയൊന്നും ചെയ്തില്ല. നബി തങ്ങൾ അപ്പോഴും പറഞ്ഞു, നീയൊന്നും എന്റെ ഖദീജാനെ പോലെ ആകില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായത്? ഈ സസിലിക്കൽ ഞാൻ ചോദിക്കട്ടെ, ഏതാത്ത നീ മരിച്ചെന്ന് കരുതുക, അല്ലാഹു നിനക്ക് നല്ല മരണം തരുമാറാകട്ടെ. ആണുങ്ങൾ ആമീൻ പറഞ്ഞു, നീ ആമീൻ പറഞ്ഞില്ല. അള്ളാഹു നിങ്ങൾക്ക് നല്ല മരണം തരുമാറാകട്ടെ. ഇപ്പൊ നീ പറയുന്നു നിന്റെ ഇക്കാന് നിന്റെ ജീവനാണ്, നീ ഇല്ലാതെ നിന്റെ ഇക്ക ഉറങ്ങൂല എന്നല്ലേ പറയണേ. നിന്നെ അത്ര ഇഷ്ടമാണെന്ന് പറയുന്നു. നീ മരിച്ചു പോയെന്ന് കരുതുക. നീ മരിച്ചു, 3 കഴിഞ്ഞു, 7 കഴിഞ്ഞു, 17 കഴിഞ്ഞു, 21 കഴിഞ്ഞു, 10-20 ദിവസം കഴിഞ്ഞു. അപ്പോഴാണ് നിന്റെ ഭർത്താവിന്റെ അടുക്ക ഒരു ചങ്ങാതി വന്നിട്ട് പറഞ്ഞു, അളിയാ പോയതൊക്കെ പോയി, അത് അള്ളാഹുടെ തീരുമാനം, അത് മരിച്ചുപോയി, അള്ളാഹ് സ്വർഗം കൊടുക്കട്ടെ. പക്ഷെ നീ ഇങ്ങനെ നടന്നാ മതിയോ? ഒരു കല്യാണം കഴിക്കണ്ടേ? നീ മരിച്ച 40 പോലും ആയില്ല. അപ്പോഴാ ഒരാൾ നിന്റെ ഭർത്താവിനോട് ചോദിക്കുന്നു, നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ, ഒരു ആലോചിക്കട്ടെ. നിന്റെ ഇക്ക പറയണ മറുപടി എന്താ? നീ പറ. നിന്റെ ഭർത്താവ് പറയണ മറുപടി എന്താ? അധികം പേരും പറയുന്ന മറുപടി 40 കഴിയട്ടെ അളിയാ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയും. 40 കഴിയട്ടെ, അതിനു മുമ്പ് കിട്ടിയ നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞാലോ. ഒരു 40 ദിവസം ക്ഷമിക്കാനാ പറയുന്നത്. അതിനുള്ള മനസ്സ് പോലും പലർക്കും ഇല്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ഇനി നേരെ നിങ്ങൾ ചിന്തിക്ക്, നീ മരിച്ചുപോയി, നിന്റെ ഭാര്യ 4 മാസവും 10 ദിവസവും ഇരിക്കണം. ഇരിക്കോ? അതൊക്കെ പണ്ടായിരുന്നടാ, ഇപ്പൊ യുദ്ധമൊന്നും ഇല്ല. അതൊക്കെ പ്രായമുള്ളവർക്ക്, ചെറുപ്പക്കാർക്ക് യുദ്ധമുണ്ടോ? ഇവിടെ 4 മാസവും 10 ദിവസം 40 വരെ തട്ടിയും മുട്ടിയിരിക്കും. പിന്നെ ഹാളിലോട്ട് ഇറങ്ങും, പിന്നെ പുറത്തോട്ട് ഇറങ്ങും. പിന്നെ എന്ത് എനിക്ക് ഉദാഹരണം പറയുന്നത്, ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. ഒരു സഹോദരി ഒരിക്കൽ വാട്സപ്പിൽ ഉസ്താദ് മെസ്സേജ് ഇട്ടു, ഉസ്താദിനോടൊരു സംശയം ചോദിക്കണം. വാട്സപ്പിൽ ചോദിച്ചാ കുറെ വർഷങ്ങളായി. ഒരു സഹോദരി ചോദിച്ചു, ഉസ്താദ് ഒരു മസല ചോദിക്കണം, ഞാൻ ഇരിക്കുകയാണ്, ഞാനൊന്ന് കോള് വിളിച്ചോട്ടെ. ഇരിക്കുന്ന പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ല, അതുകൊണ്ട് പറഞ്ഞ് മെസ്സേജ് ഇട്ടാൽ മതി. ആ സഹോദരി മെസ്സേജ് ഇട്ടത്, ഉസ്താദ് ഞാൻ ഇരിക്കുക, എന്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, ഞാൻ മറ്റൊരു കല്യാണത്തിന് പത്രത്തിൽ പരസ്യം കൊടുത്തു, ബഹ്റൈനിൽ നിന്ന് ലീവിന് വന്ന ഒരാള് എന്നെ പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്, എനിക്ക് പെണ്ണ് കാണാൻ പറ്റുമോ എന്നാ ചോദിച്ചേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പോ ഇരിക്കുന്ന സമയത്ത് അവള് പത്രത്തിൽ പരസ്യം കൊടുത്തു അടുത്ത കല്യാണത്തിന്. അപ്പോഴാണ് ഗൾഫിൽ നിന്ന് ലീവിന് വന്ന ഒരാള് കാണാൻ അനുവാദം ചോദിക്കുന്നത്. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നീ എന്തിനാ ഇരിക്കണേന്ന് ചോദിച്ചു. ഇരിക്കണ്ടെന്ന് പറഞ്ഞ കാരണം ഇതിനെക്കാളും നല്ലതിരിക്കാതിരിക്കല. ഇതുപോലെയാണ് ഇന്നത്തെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം. സ്നേഹമില്ല. മക്കള് നോക്കുമ്പോ വാപ്പായും ഉമ്മായും കീരിയും പാമ്പിനെ പോലെ തല്ലുന്നു, ചീത്ത വിളിക്കുന്നു. ഇത് കണ്ടിട്ടാ മക്കള് വളരുന്നേ. വാപ്പയ്ക്ക് മക്കളോട് സംസാരിക്കാൻ സമയമില്ല, ഉമ്മ കടിച്ചു കീറുകയാ മക്കളോട്. ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കുന്നത് മക്കളോടാ, അമ്മായിയമ്മയോടുള്ള ദേഷ്യം തീർക്കുന്നത് മക്കളോടാ. ഇത് കണ്ട് ആ ഒരു പീഡനത്തിലാ മക്കൾ വളരുന്നത്. എന്നാ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ എങ്ങനെയായിരിക്കണം, ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയായിരിക്കണമെന്ന് ഒറ്റ ഒരു ചരിത്രം പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു എത്ര മണി വരെ പോകും? ഇൻഷാ അല്ലാഹ് 1 മണി വരെ. ഞാൻ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. ഇന്നലെ ഉറങ്ങാതെ, എനിക്കിന്ന് വയനാടാ പരിപാടി. ഇത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വയനാട് പോകാൻ. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ് സ്വല്ലല്ലാഹു ഇൻഷാ അല്ലാഹ് 1 മണിക്ക് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. പക്ഷെ അത് ഇരിക്കല്ലേ, നിങ്ങൾ എന്തേപ്പോ ഒരു ചൊടിയുള്ളതുപോലെ ഇരിക്കല്ലേ? പിരിവൊന്നും ഇല്ലല്ലോ. സാധാരണ പോകുമ്പോ പിരിവിനെ കുറിച്ചാണ് പറയും. ഇന്ന് പിന്നെ പിരിവില്ലാത്തതുകൊണ്ട് സമാനമുണ്ട്. ഞാൻ ഇരുന്നോട്ടെ. നിങ്ങളെന്താ ചിരിച്ചേ? എല്ലാരും പിരിവിന്റെ കാര്യം പറഞ്ഞപ്പോ എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ എന്ത് പിരിക്കാനാടോ? ഈ റോഡിൽ കൂടെ പോകുമ്പോ കരിമ്പ് ജ്യൂസ് അടിക്കുന്ന മെഷീൻ കണ്ടിട്ടുണ്ടോ? ഓൻ്റെ അടുക്ക പോയിട്ട് ഒരു ഗ്ലാസ് കരിമ്പ് വേണം, ജ്യൂസ് വേണം എന്ന് പറഞ്ഞാൽ ഓന് 3 കരിമ്പ് എടുത്തിട്ട് അതിനകത്തോട്ട് കയറ്റും. അടിച്ചെടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം ഓൻ അടിച്ചെടുക്കും. എന്നിട്ട് അവസാനം ഇതെല്ലാം കൂടെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കും. നമ്മൾ വിചാരിക്കും കളയാനാണെന്ന്. അല്ല, അതങ്ങോട്ട് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചുരുട്ടി മടക്കി 3-4 കഷ്ണമാക്കിയിട്ട് 1 ഇഞ്ചി കഷ്ണം എടുക്കും, 1 നാരങ്ങായും എടുക്കും. അതിനിടയിൽ കയറ്റി വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ മെഷീനിൽ കയറ്റി അടിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിരിവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കൽ ൊക്കെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അൽഹംദുലില്ലാഹ് സഹായിച്ചവരാ. പള്ളിക്ക് വേണ്ടി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി. ഇനിയും ഞാൻ നിങ്ങളെ പിഴിയല, അതുകൊണ്ട് ഞാൻ പിഴിയാനൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. അള്ളാഹു നമുക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ ഇരുന്നോട്ടെ മോനെ തുറന്ന് ഇരുന്നോട്ടെ. മൈക്കൊന്ന്
ഇൻഷാ അല്ലാഹ് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കാരം ബാങ്ക് വിളിച്ച് നമുക്ക് പരിപാടി കഴിഞ്ഞിട്ട് പോയി എല്ലാവർക്കും നിസ്കരിക്കാൻ ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകനാണ് നമുക്ക് എല്ലാത്തിനും മാതൃക. എല്ലാ കാര്യങ്ങൾക്കും നബിതങ്ങൾ മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിക്കുന്നത് നബിതങ്ങൾ ഖദീജ ബീബിക്ക് 40 വയസ്സ്. 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം കഴിച്ചു. നാൽപ്പത് വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബിതങ്ങൾ വിവാഹം കഴിച്ചു. 40 വയസ്സുള്ള ഖദീജ ബീവിക്ക്. നബിതങ്ങളുടെ പ്രായം 25. പ്രേമിച്ച് കെട്ടിയതൊന്നുമല്ല കേട്ടോ, നാട്ടുകാരെ പിടിച്ച് കെട്ടിച്ചതൊന്നുമല്ല. അപ്പൊ 25 വയസ്സുകാരനായ നബിതങ്ങൾ ഖദീജ ബീവിയെ വിവാഹം കഴിച്ച് എത്ര വയസ്സിന്റെ വ്യത്യാസം? 15 വയസ്സിന്റെ വ്യത്യാസം. 15 വയസ്സിന്റെ വ്യത്യാസമുണ്ട് രണ്ടുപേരും തമ്മിൽ. ഇവര് രണ്ടുപേരും 25 വർഷമാണ് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചത്. ഖദീജ ബീബി റളിയല്ലാഹു തആലയ്ക്ക് 65 വയസ്സായി, വൃദ്ധയാണ്. 65 വയസ്സുള്ള ആരെങ്കിലും ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ കാണാം. ഖദീജ ബീവിക്ക് 65 വയസ്സായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചു ഒരുങ്ങി നല്ല വസ്ത്രവും ധരിച്ച് വാതിലിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതാ ഭാര്യ, അതാണ് ഭാര്യ. നബിതങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ 65 വയസ്സുള്ള ഭാര്യ നബിതങ്ങളെ സ്വീകരിച്ചു, സലാം പറഞ്ഞു, സന്തോഷത്തോടെ സ്വീകരിച്ചു. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു നബിതങ്ങളുടെ മുമ്പിൽ. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. നബിതങ്ങളും ഖദീജ ബീവിയും ആ ഭക്ഷണത്തിന്റെ അടുക്കൽ വന്നിരുന്നു. രണ്ടുപേരും ഇങ്ങനെ ഇരുന്നു.
ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ നിബിതങ്ങൾ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, എനിക്ക് അല്പം ഭക്ഷണം വാരിത്തരുമോ നബിയെ? ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു. എത്രാമത്തെ വയസ്സിൽ? 22ാമത്തെ വയസ്സിലല്ല, 65 വയസ്സുള്ള ഖദീജ ബീബി നിബിതങ്ങളോട് ചോദിച്ചു, എനിക്ക് ഭക്ഷണം വാരി തരുമോ? പിന്നെന്തേ ഖദീജ? നിബിതങ്ങൾ വാരിക്കൊടുത്തു. ഖദീജ ബീവി ചോദിച്ചു, ഞാൻ വാരിത്തരട്ടെ? വാരിത്ത. ഇതാണ് ഭാര്യയും ഭർത്താവും. നിന്റെ ഇക്ക നിനക്ക് അല്പം ഭക്ഷണം വാരി തന്നിട്ട് എത്ര കാലമായി എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ അടുത്ത കാലത്തെങ്ങാനും ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഒരു ഉരുള ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള പെണ്ണുങ്ങളൊന്ന് കൈവപ്പിക്കും. ഒരു 10 പേര് കൈവക്കി. നിങ്ങൾ എത്ര വലിയ ഭാഗ്യവതികളാണെന്നറിയോ? ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഭാര്യയുടെ കയ്യിൽ നിന്ന് ഭാര്യ ഭക്ഷണം വാരിത്തന്ന് കഴിച്ച ഭർത്താക്കന്മാരാരെങ്കിലും ഇവിടെ ഉണ്ടോ? പ്രായമായ 3-4 എണ്ണം പൊക്കി, അത്രയേ ഉള്ളൂ. ഖദീജ ബീബി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു. നബിതങ്ങൾ ഖദീജ ബീബിക്ക് കൊടുത്തു. എത്രാമത്തെ വയസ്സിൽ? 65ാമത്തെ വയസ്സിൽ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഖദീജ ബീബി ചോദിച്ചു, നബിയെ, ഞാൻ നിങ്ങളുടെ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ? 65 വയസ്സുള്ളപ്പോഴാണ് ചോദിക്കണേ. ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭാര്യ ഒരു റൂമിൽ, ഭർത്താവ് ഒരു റൂമിൽ. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോലും ഇപ്പൊ കിടക്കൂല. കാരണം കിടന്നിട്ട് എന്തായില്ലേ, അങ്ങനെ പ്രായമായില്ലേ. ഉമ്മാനെ വിളിക്കണോ, വാടി മക്കളെന്ന് ഉറങ്ങാ, മക്കളുണ്ട് പോ, ഇല്ല, ഇങ്ങനെ അറിയാം. ഖദീജ ബീവിയുടെ മടി, ഖദീജ ബീവി നബിതങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്നു. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ കിടക്കുമ്പോ ഖദീജ ബീവി നബിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുക. അപ്പൊ നബിതങ്ങൾ ചോദിച്ചു, നീ എന്തേ ഖദീജ എന്നെ ഇങ്ങനെ നോക്കണേ? എന്തിനാ നീ എന്നെ ഇങ്ങനെ നോക്കണേ? ഖദീജയുടെ മറുപടി, നിങ്ങൾക്ക് എന്തൊരു ഗ്ലാമറാ നബിയെ, നിങ്ങൾക്ക് എന്തൊരു സൗന്ദര്യമാ. അള്ളാന്റെ റസൂല് വിട്ടുകൊടുത്തില്ല. ഖദീജ ബീവിയോട് ചോദിച്ചു, 25 കൊല്ലമായില്ലേടി എന്നെ കാണാൻ തുടങ്ങിയിട്ട്, ഇന്നത്തെ ഒരു പ്രത്യേകത. അങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നബിയെ, ഞാൻ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് 25 വർഷമായി. എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഇന്ന് എന്തു പറ്റി ഖദീജ, പൊരുത്തമൊക്കെ ചോദിക്കുന്നത് എന്നോട് പൊരുത്തമൊക്കെ ചോദിക്കുന്നല്ലേ, എന്താ പ്രത്യേകത? ഖദീജ ബീവി പറഞ്ഞ മറുപടി, നബിയെ, ഞാൻ പോവാ നബിയെ, എന്റെ മരണമെടുത്തു നബിയെ, എന്റെ മരണമെടുത്തു, ഞാൻ നിങ്ങളിൽ നിന്ന് വിട പറയാൻ പോവുകയാ, എനിക്ക് പൊരുത്തം തരണേ എന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ കൈയെടുത്തിട്ട് ഖദീജയുടെ വാ പൊത്തിപ്പിടിച്ചു. പറയില്ലേ ഖദീജ, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. കാരണം ഖദീജ ആരെന്നറിയോ? 25 വർഷം നബിതങ്ങളുടെ കൂടെ ജീവിച്ചവളാ ഖദീജ. നബിയേക്കാൾ 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ആ ഖദീജയ്ക്ക് അള്ളാഹു സ്വർഗത്തിൽ കൊടുക്കുന്നത് ഒരു കൊട്ടാരം കൊടുക്കും, ഒരു മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം. ഒരു പെണ്ണിനും ലോകത്തത് കിട്ടൂല. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത പ്രതിഫലം. എന്തിനെന്നറിയോ? 25 വർഷക്കാലം അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഖദീജ ബീബി നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സിലാണ് നുബൂവത്ത് കിട്ടുന്നത്. 25ാമത്തെ വയസ്സിലാണ് ഖദീജയെ വിവാഹം കഴിക്കുന്നത്. പടച്ചവനെ, പ്രവാചകനായിട്ടില്ല, പിന്നീടാണ് പ്രവാചകനായത്. ആ 25 വർഷക്കാലം നബിതങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ആ 15 വയസ്സ് കൂടുതലുള്ള ഖദീജ ഒരിക്കൽ പോലും ശബ്ദമുയർത്തിയിട്ട് സംസാരിച്ചിട്ടില്ല. പടച്ചവനെ, ഇതാണ് ഭാര്യ. പെങ്ങളെ, ആ ഖദീജയാണ് നബിതങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നത്, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ,
മരണമെടുത്തു നബിയേ, പോകാ സമയമായി നബിയേ, എനിക്ക് പൊരുത്തം തരണേ നബിയേ. ഖദീജ പരാതിയില്ല ഖദീജ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നബി തങ്ങൾ കരയുകയാണ്. ഭാര്യ യാത്ര പറയുമ്പോ, ഭാര്യ പിരിയാൻ പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന് കരയുകയാണ്. അതാ പറഞ്ഞു ഖദീജ എനിക്ക് പൊരുത്തമാ. 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേൽക്കുകയാണ്. നബി തങ്ങളെ കെട്ടിപ്പിടിച്ചു ഉമ്മ. നബി തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ ഭർത്താവിന്റെ പൊരുത്തം എനിക്ക് ലഭിച്ചല്ലോ, കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുക്കുകയാണ്. 65 വയസ്സുകാരി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാ. എന്നിട്ട് ചോദിക്കുന്നു യാ റസൂലല്ലാഹ്, നബിയേ പോകുകയാണ് നബിയേ, പോകുകയാണ് നബിയേ, പിരിയുകയാണ് നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ട്, എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു എന്തേ ഖദീജ, നിന്റെ ആഗ്രഹം എന്തേ ഖദീജ? ഖദീജ ബീവിയുടെ മറുപടി എന്തെന്നറിയോ? തന്റെ ഭർത്താവിനോട് 65ാമത്തെ വയസ്സിൽ മരിക്കുന്നതിന്റെ അന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ, എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. എന്തേ ഖദീജ, എന്തേ ഖദീജ, ഒരു പെണ്ണു പോലും എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല നബിയേ. നിങ്ങൾ കണ്ട ശരീരമാണ് ഇത്, നിങ്ങൾ കണ്ട ശരീരമാണ്. നിങ്ങൾ കണ്ടത് എന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ എന്തായാലും പെണ്ണുങ്ങൾ എന്റെ ശരീരം കാണും. എനിക്കിഷ്ടമല്ല നബിയേ, എനിക്കിഷ്ടമല്ല നബിയേ. നിങ്ങൾ മതി എന്നെ കുളിപ്പിക്കാൻ, നിങ്ങൾ എന്നെ കുളിപ്പിച്ചാ മതി. റസൂലുള്ളാഹി മിണ്ടുന്നില്ല. ഖദീജ കരയുകയാ. സമ്മതിക്ക് നബിയേ, സമ്മതിക്ക് നബിയേ, നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് സമ്മതിച്ചടോ? 65 വയസ്സുകാരിയുടെ 1ാമത്തെ ആഗ്രഹമാണ്. 2ാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ വരെ ഞാൻ ഖബറിനകത്ത് കടക്കണം നബിയേ, നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ, നിങ്ങളില്ലാതെ എനിക്ക് ഉറക്കമില്ല, നിങ്ങളില്ലാതെ എനിക്ക് സമാധാനമില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഖബറിനകത്ത് ഖിയാമത്ത് നാൾ വരെ ഒറ്റയ്ക്ക് കിടക്കുന്നത്? എനിക്ക് കഴിയില്ല യാ റസൂലല്ലാഹ്. അതുകൊണ്ട് എന്റെ കഫം പൊതിയുമ്പോ, എന്റെ ജനാസ കഫം പൊതിയുമ്പോ ഈ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, അങ്ങയുടെ സുഗന്ധമുള്ള ഷാളുണ്ടല്ലോ, ഈ ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ. ഒരു സമാധാനത്തിന്, ഒരു കൂട്ടിന് ഖബറിനകത്ത് കിടക്കുമ്പോഴും അങ്ങയുടെ സുഗന്ധം എനിക്ക് വേണം നബിയേ. ഈ ഷാളെന്റെ കഫം തുണിക്കകത്ത് വെക്കണേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് സമ്മതിക്കുകയാണ്. 3ാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്റെ വീടിനകത്തിറങ്ങണേ നബിയേ, എന്റെ ഖബറിനകത്തിറങ്ങണം നബിയേ. നിങ്ങൾ വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ, നിങ്ങളെ എന്റെ ശരീരത്തു തൊടാവൂ, നിങ്ങളെ എന്റെ ശരീരത്തു തൊടാവൂ, നിങ്ങൾ വേണം എന്റെ മയ്യത്തിറക്കി വെക്കാൻ. യാ റസൂലല്ലാഹ്, അങ്ങയുടെ കൈ കൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ, അങ്ങയുടെ കൈ കൊണ്ട് വേണം മണ്ണ് വാരി വെക്കാൻ. റസൂലുള്ളാഹി തങ്ങളെ സമ്മതിക്കുകയാണ്. ഖദീജ യാത്ര പറയുകയാണ്. ലോകത്തോട് വിട പറഞ്ഞു പെങ്ങളെ, ഉമ്മാ
അല്ലാഹുവിന്റെ റസൂലാണ് മയ്യത്ത് കുളിപ്പിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകനാണ് ഖദീജ ബീവിയെ കുളിപ്പിക്കുന്നത്. ലോകത്ത് വേറെ ഒരു പെണ്ണിനും അങ്ങനെ ഒരു ഭാഗ്യമില്ല. നബി തങ്ങളുടെ മറ്റു ഭാര്യമാർക്കും ഭാഗ്യമില്ല. നബി തങ്ങൾ തന്നെ കുളിപ്പിച്ചു ഖദീജയെ. കണ്ണ് നിറയുകയാണ്, കണ്ണ് നിറയുകയാണ്. പടച്ച റബ്ബേ, അവിടുത്തെ ജനാസ കുളിപ്പിച്ച് കഴിഞ്ഞു. കഫം പൊതിയ സമയമായപ്പോ ചുമലിൽ കിടന്ന ഷാളെടുത്തിട്ട് നിബിധങ്ങൾ ചുംബിക്കുകയാണ്. തന്റെ ഖദീജയ്ക്ക് കൊടുക്കാറ് അവിടുന്ന് ചുടുചുംബനം കൊടുത്ത് കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. പടച്ച റബ്ബേ, നിബിധങ്ങൾ ഖബറിനകത്തിറങ്ങി ഖദീജ ബീവിയുടെ ജനാസ താങ്ങി വെച്ചു. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് നബിതങ്ങൾ തന്നെയാണ് മണ്ണ് വാരി വെച്ചത്. ഖദീജ ബീവിയുടെ കഫം തുണി നനയുകയാണ്. നബിതങ്ങളുടെ കണ്ണുനീര് വീണിട്ടു. നിങ്ങളെ, ഇതിനാണ് സ്നേഹമെന്ന് പറയുന്നത്, ഇതിനാണ് കുടുംബജീവിതമെന്ന് പറയുന്നത്, ഇതിനാണ് കുടുംബജീവിതമെന്ന് പറയുന്നത്. ഈ ഖദീജാന നബിതങ്ങൾ മരിക്കുന്നത് കാലം വരെ മറന്നില്ല. ഈ ഖദീജയുടെ മകളാണ് മഹ്ദിയായ ഫാത്തിമ. ഈ ഖദീജയുടെ മകളാ, ഈ ഖദീജയുടെ മകളാണ് ഫാത്തിമ. അല്ലാഹുവേ, ഖദീജ ബീവി വഫാത്താകുമ്പോ ഫാത്തിമാന് 15 16 വയസ്സേ ഉള്ളൂ. ഒരു ഉമ്മ വേണ്ട സമയം 10 14 വയസ്സ് കഴിഞ്ഞു. 15 16 വയസ്സുണ്ട്. ഖദീജ ബീവിക്ക് വഫാത്താകുമ്പോ ഫാത്തിമയുടെ പ്രായമാണ്. ഈ മകളെയാണ് വാപ്പയുടെ കയ്യിൽ കൊടുത്തിട്ട് ഖദീജ പോകുന്നത്. അല്ലാഹുവേ, ഫാത്തിമ ഇത് കാണുകയാ, ഫാത്തിമ ഇത് കാണുകയാ. ഉമ്മ മരിക്കുന്ന രംഗമാണ് പറയുന്നത്. പിന്നെ വാപ്പയുടെ മരണവും ഫാത്തിമ കണ്ടടോ. ഫാത്തിമ വാപ്പ മരിക്കുമ്പോഴും അവിടെ തന്നെയുണ്ട്. കാണുന്ന രംഗം എങ്ങനെയെന്നറിയോ? വാപ്പയതാ ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുകയാ. ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുന്നുണ്ട്. അവസാനം നിബിധങ്ങൾ പറഞ്ഞു, ആയിഷ, ആയിഷ, നിബിധങ്ങൾക്ക് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ടെന്ന് മനസ്സിലായി. അതാ പടച്ചവനെ അറാക്കിൽ നോക്കി, ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി. ആയിഷയ്ക്ക് മനസ്സിലായി നിബിധങ്ങൾക്ക് പല്ല് തേക്കണമെന്ന്. അറാക്ക് വാങ്ങിച്ചിട്ട് നിബിധങ്ങളുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോ റസൂലുള്ളാഹിക്ക് ചവയ്ക്കാൻ കഴിയുന്നില്ല. അവസാനം ആയിഷ ബീവി തന്റെ പല്ല് കൊണ്ട് ചവയ്ക്കുകയാണ്. തന്റെ ഉമ്മുനീരാ മിസ്വാക്കിനകത്തു പറ്റി തന്റെ ഭർത്താവിനെ നെഞ്ചത്തു പിടിച്ച് കിടത്തിയിട്ട് ആയിഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ തന്റെ ഭർത്താവിന്റെ പല്ല് തേച്ചു കൊടുത്തടോ. നിബിധങ്ങൾ തുപ്പിക്കളഞ്ഞില്ല. ആയിഷ ബീവിയുടെ ഉമ്മുനീര് വരെ നിബിധങ്ങൾ കുടിച്ചിറക്കുകയാണ്. വാപ്പയുടെ വഫാത്തും കൊണ്ട് ഈ ഉപ്പാടെ മകളാണ് ഫാത്തിമ, ഖദീജയുടെ മകളാണ് ഫാത്തിമ. ഈ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 29 കൊല്ലമേ ജീവിച്ചുള്ള ഉമ്മ. 25ാമത്തെ വയസ്സിലാണ്, 29 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. അതാ ഫാത്തിമ ബീബി മരിക്കുന്നതിന്റെ അന്ന് കുളിച്ച് റെഡിയാവുകയാണ്. ഉമ്മ നിന്നതുപോലെ കുളിച്ച് റെഡിയായി ഒരുങ്ങി നിൽക്കുകയാണ്. അലിയാരെന്ന ഭർത്താവ് കടന്നു വന്നു. അലിയാരെന്ന ഭർത്താവ് കടന്നു വന്നു. കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഭർത്താവിന്റെ ചാരത്ത് പോയിരുന്നു. എന്നിട്ട് പറഞ്ഞു, അലിയേ, പൊരുത്തം തരണേ അലിയേ, പൊരുത്തം തരണേ അലിയേ. പോവുകയാണ് അലിയേ. തന്റെ ഭർത്താവിനോട് യാത്ര പറയുകയാ, തന്റെ ഭർത്താവിനോട് യാത്ര പറയുകയാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഉമ്മ പറഞ്ഞതുപോലെ ഭർത്താവിനോട് പറഞ്ഞു, അലിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ടലിയേ, എനിക്ക് 3 ആഗ്രഹമുണ്ടലിയേ. 3 ആഗ്രഹത്തിൽ ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? ഞാൻ മരിച്ചാ
എന്നെ പകല് കബറടക്കരുത്, രാത്രിയിൽ വേണം കബറടക്കാൻ, രാത്രിയിൽ വേണം കബറടക്കാൻ. എന്തേ ഫാത്തിമ പകല് കബറടക്കിയാൽ എന്തേ ഫാത്തിമ? അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണ് അലിയേ. എന്റെ ജനാസ കഫം പൊതിഞ്ഞിട്ട് കൊണ്ടുപോകുമ്പോ പകലാണെങ്കിൽ എന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ. ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരാൾ എന്റെ ശരീരം കാണരുത്, എന്റെ ശരീരത്തിന്റെ വടിവ് കാണരുത്. എനിക്കിഷ്ടമല്ല അലിയേ. ഭർത്താവിനോട് പറഞ്ഞ ഭാര്യയാണ് മഹദിയായ ഫാത്തിമ. ആരെ കണ്ട് വളർന്ന മകളാ? അമ്മയായ ഖദീജ ബീവിയെ കണ്ടാ വളർന്നത്, ഉപ്പയായ നബി തങ്ങളെ കണ്ടാണ് വളർന്നത്. അതുകൊണ്ടാണ് ഫാത്തിമയും അങ്ങനെയായി, ഫാത്തിമയും അങ്ങനെയായി. എന്റെ പെങ്ങളെ ജീവിതമെന്ന് പറഞ്ഞാൽ ഇതാ. അതുകൊണ്ട് സ്നേഹിക്കണേ, പരസ്പരം തമ്മിലടിക്കരുത്, പരസ്പരം വഞ്ചിക്കരുത്, പരസ്പരം കളിയാക്കരുത്, പരസ്പരം ആദരിക്കാൻ പഠിക്കൂ, ബഹുമാനിക്കാൻ പഠിക്കൂ. അല്ലാഹു തന്ന ജീവിതം എരിഞ്ഞു തീർക്കരുത്, അല്ലാഹു തന്ന ജീവിതം അഭിനയിച്ച് തീർക്കരുത്. സ്നേഹിക്കടോ, സന്തോഷത്തോടെ കഴിയടോ. അതുകൊണ്ട് ഈ മഹല്ല സംഗമത്തിൽ പങ്കെടുത്തവരോട് പറയുകയാ, നിങ്ങൾ ഇവിടെ നിന്ന് പിരിയുമ്പോ എല്ലാവരോടും സലാം പറയണേ. പെങ്ങളെ മുസാഫഹത്ത് ചെയ്യണേ മോളെ, ഒന്ന് കെട്ടിപ്പിടിക്കണേ. നിന്റെ കുടുംബത്തിലെ പ്രായമുള്ള ഉമ്മമാര് അവരെ നീ ഒന്ന് കെട്ടിപ്പിടിക്കൂ, അവരോടൊന്ന് സലാം പറയൂ. ആ പ്രായമുള്ളവർക്കൊരു ചുംബനം കൊടുക്കൂ. നിന്റെ മനസ്സ് തുറക്കു പെങ്ങളെ. വാശിയും വൈരാഗ്യവും എല്ലാം നിന്റെ ഹൃദയത്തിൽ നിന്ന് മാറട്ടെ. കുടുംബക്കാരോട് സ്നേഹമുണ്ടാകട്ടെ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാണ്,